ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 9ൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമ്മൾ നോട്ട് 9ൻ്റെ കീ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഫോൺ റൺ ചെയ്യുന്നത് ആൻഡ്രോയിഡ് 10, അതായത് ആൻഡ്രോയിഡ് Q എന്ന വേർഷനിലാണ്. പിന്നെ പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ ഹീലിയോ G85 എന്ന ഒരു പ്രൊസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഈ ഫോണിന് ഓവർ വെയിറ്റ് ഒന്നും പറയാൻ പറ്റില്ല, 199 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 5020 mAh ഒരു ഹെവി ബാറ്ററിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നോട്ട് 9ൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നോട്ട് 9 പ്രോയുടെയും നോട്ട് 9 പ്രോ മാക്സിൻ്റെയും പോക്കോ M2 പ്രോയുടെയും ഏകദേശം ആ ടൈപ്പ് ഡിസൈൻ തന്നെയാണ് വരുന്നത്. ചെറിയ രണ്ട് വ്യത്യാസമുള്ള എനിക്ക് തോന്നിയത്, ഒന്ന് ഫിംഗർ പ്രിൻ്റ്, അത് ബാക്ക് സൈഡിൽ തന്നെയാണ് വരുന്നത്. പിന്നെ സെൽഫി ക്യാമറ പ്രോ മാക്സിലൊക്കെ ഉള്ളത് സെൻട്രലായിരുന്നു, ഇത് ഇപ്പോൾ ലെഫ്റ്റിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഡിസ്പ്ലേ സെക്ഷൻ നോക്കാം. ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ IPSൻ്റെ LCD പാനലാണ് വരുന്നത്. പിന്നെ 19.5:9 ആസ്പെക്ട് റേഷ്യോ വരുന്നുണ്ട്. പിന്നെ സെൽഫി ക്യാമറ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ അലൈൻഡ് ആണ്. ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ 83.36 ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. പിന്നെ സ്ക്രീൻ സൈസ് 6.53 ഇഞ്ചാണ്. പിന്നെ സ്ക്രീൻ റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ 1080x2340 പിക്സലാണ്. അടുത്തതായി നമുക്ക് ക്യാമറ നോക്കാം. ക്യാമറ നോക്കുകയാണെങ്കിൽ റിയർ സൈഡിൽ 48 മെഗാ കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അത് 48 മെഗാ പ്രൈമറി, 8 മെഗാ അൾട്രാ വൈഡ്, പിന്നെ 2 മെഗാ ഡെപ്തും 2 മെഗാ മാക്രോ ലെൻസുമാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 13 മെഗാ പഞ്ച് ഹോളാണ്, f2.25 ആണ് വരുന്നത്. പിന്നെ ഡിസൈൻ, നമ്മൾ ഇതിൻ്റെ ഡിസൈൻ എന്ന് ഉദ്ദേശിച്ചത് ഇതിൻ്റെ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ 77.2 mm ആണ് വിഡ്ത്ത്. പിന്നെ തിക്നെസ് 8.9 mm. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 162.3 mm ആണ് ഹൈറ്റ് വരുന്നത്. പിന്നെ 199 ഗ്രാമാണ് വെയിറ്റ്, അതിപ്പോൾ അപ്രോക്സിമേറ്റ് വെയിറ്റ് ആണ് വരുന്നത്. പിന്നെ ഈ ഫോൺ നിങ്ങൾക്ക് 3 കളർ വേരിയൻറ്റിലുണ്ട്, അതായത് അക്വ ഗ്രീൻ, ആർട്ടിക് വൈറ്റ്, പെബിൾ ഗ്രേ എന്നീ 3 കളർ വേരിയൻറ്റുകളാണ് ഈ മൊബൈൽ വരുന്നത്. അടുത്തതായി നമുക്ക് ബാറ്ററിയുടെ നോക്കാം. ബാറ്ററി 5020 mAh ഒരു ഹെവി ബാറ്ററി, അതുപോലെ തന്നെ 22.5 watts ഫാസ്റ്റ് ചാർജറും ഈ മൊബൈലിൽ ഇൻബോക്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു പുതിയ ഫീച്ചർ എന്ന് പറയുന്നത് 9 watts റിവേഴ്സ് ചാർജിങ് ആണ്. അതായത് നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് 9 watts ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് നമുക്ക് വേറെ ഒരു മൊബൈലോ അല്ലെങ്കിൽ ഇയർബഡ്സോ ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ റെഡ്മിയുടെ അധിക ഫോണിലും വരുന്നത് പോലെ തന്നെ ഒരു IR ബ്ലാസ്റ്റർ ഈ മൊബൈലിലും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഫോൺ 4GB 128GB, 6GB 128GB, അതുപോലെ തന്നെ 4GB 64GB റാം ആൻഡ് സ്റ്റോറേജ് വേരിയൻറ്റുകളിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൻ്റെ ബേസ് വേരിയൻ്റായ 4GB 64GB പ്രൈസ് വരുന്നത് 11,999 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത് ജൂലൈ 24 ഉച്ചയ്ക്ക് 12 മണിക്ക് ആമസോണിലൂടെയാണ്. അത് ഫ്ലാഷ് സെയിലാണ്. അപ്പോൾ ഈ ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഫോൺ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക, കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കുറേ പോരായ്മകളുണ്ടാവും, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു, കാരണം ഞാൻ ഒരു പുതിയ യൂട്യൂബറാണ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലേക്ക് കാണാം.